everyone, we are going to discuss a very important topic from our English textbook. This is nothing but letter writing. So, ningalku exam around 6 mark in the question on letter writing, right? Ningal letters at least a love letter maybe to your friends grandparents abroad we used to write letters. Okay, so today I am going to discuss letter writing, how to write a letter. Usually we letter exam point of view letter there is a format and all. Okay, so before discussing about the format of letter, I have to tell you there are two types of letters. Two types of letters. The first one is informal letter and the second one is formal letter. Informal letter, formal letter. Do you know the difference between an informal letter and formal letter? Yes, I will see. Okay. Informal letter is simple friendly letter. Informal letter is friendly letter. That's why friends തള്ളി മറിക്കാം നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അതിൽ എഴുതാം വിശേഷങ്ങളൊക്കെ ചോദിച്ച് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര നമുക്ക് എന്താ ലാവിഷ് ആക്കാൻ പറ്റും നമുക്ക് ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് എ ഫോർമൽ ലെറ്റർ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ സീരിയസ് ലെറ്റർ. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എന്താ അവിടെ കൊണ്ടുപോയി തള്ളാൻ നിൽക്കരുത്. നമ്മൾ കാര്യം പറയാം, ബസ് സ്റ്റോപ്പ് ഇറ്റ്. That's all. Okay. So, നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഏതോ ഒന്ന് നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. Either you can store a format, not format, എന്താ അർത്ഥം എന്നുള്ളത് ഒന്നെങ്കിൽ about formal letter or otherwise you can think about informal letter. Okay. So, let me say, what do you mean by an informal letter? Listen. An informal letter is a non-official letter that we usually use to write to our friends, family or relatives. Nammal friends no families illa arkengilo relatives nokke ezhuduna oru non official aittulla athra official allatha or letter aanu. These letters are personal letter that are not used for official purposes. Nammal personal aittulla oru letter aanu. Nammal ippom friends nokke ezhudarulla letters allengil maybe your boyfriend or girlfriend, anyone you can write. Appo adokke endil vedum, love letters okke endil vedum, okke informal letters il pedum. Okay, so in English shraddhikenda adinte format aanu. It is very very important to note down the format. Okay, so listen. First nammal ezhuduna samayathu sender inde address ningalelle ezhudune appo ningalde address kodukkanam. Ennittu oru cheriyoru gap kodutittu നിങ്ങൾ ഡേറ്റ് എഴുതുക. ഡേറ്റ് എഴുതുന്ന സമയത്ത് you have to write in this format. 10th January 2024 you can give any date. നിങ്ങൾ അപ്പോൾ എഴുതുന്ന ഒരു ഡേറ്റ് കൊടുക്കുക. എന്നിട്ട് dear അല്ലാണ്ട് കൊണ്ടുപോയിട്ട് റെസ്പെക്റ്റഡ് എന്നൊന്നും പറഞ്ഞ് അവിടെ കൊടുക്കരുത്. ബിക്കോസ് നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എഴുതുക അല്ലെ. അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു സല്യൂട്ടേഷൻ ആയിട്ട് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഒരു അഡ്രസ്സ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഡേറ്റ് കൊടുക്കുക, then salutation, then the main body അല്ലെങ്കിൽ മെയിൻ കോണ്ടന്റ് ഓഫ് ദ ലെറ്റർ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നിങ്ങൾ എന്താണ് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ, അതിന് കുഴപ്പമൊന്നും ലിമിറ്റേഷൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക about the time, വാച്ചില്ല, ടൈം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ മാർക്കിനനുസരിച്ച് എഴുതുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ ഫ്രണ്ടിനോടൊക്കെ ആണെങ്കിലേ കഥ ഇങ്ങനെ പറഞ്ഞ് വാരി വലിച്ച് എഴുതാനൊക്കെ ഇങ്ങനെ തോന്നും. ബട്ട് ഡോണ്ട് ഡു ദാറ്റ്. അതായത് യു ക്യാൻ ഡു, നിങ്ങൾ വീട്ടിലാണെങ്കിലൊക്കെ നിങ്ങൾ എഴുതിക്കോ. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് സമയം നോക്കണം, മാർക്ക് നോക്കണം. 6 മാർക്ക് ആണെങ്കിൽ നിങ്ങൾ ഒരു 3 പേജ് എഴുതി വെച്ച് 7 മാർക്സ് തരുമോ? അല്ലെങ്കിൽ തന്നെ തരില്ല അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എഴുതുക, മാർക്സും ടൈമും ഒക്കെ നോക്കിയിട്ട്. ഫൈൻ, സെറ്റ് ആണല്ലോ. ഇനി അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കണം. അതായത് ഒരു പ്രതീക്ഷയുടെ ഒരു ഹോപ്പിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചൊരു മറുപടി പ്രതീക്ഷിക്കും എന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് കൺക്ലൂഷൻ. ഓക്കെ, ആൻഡ് ദെൻ സൈനിങ് ഓഫ്. സൈൻ ചെയ്യുക ലാസ്റ്റ് ലവിംഗ്ലിന്നോ, ട്രൂത്ത്ഫുള്ളിന്നോ, ഫെയ്ത്ത്ഫുള്ളി, പ്രതീക്ഷയോട്, ഹോപ്പ്ഫുള്ളിന്നോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഇവിടെ യുവേഴ്സ് ട്രൂലി രാഘവൻ. ഓക്കെ, രാഘവൻ ആട്ടോ എഴുതുന്നത്. യു ക്യാൻ ഗിവ് എനി നെയിം. ഫൈൻ. So this is all about informal letter. So informal letter എന്ന് പറഞ്ഞാൽ എന്ത് ലെറ്റർ ആണ്? സീരിയസ് ലെറ്റർ, ഫ്രണ്ട്ലി ലെറ്റർ ആണ് കേട്ടോ. സോ അതിന്റെ ഫോർമാറ്റ് ആദ്യം നിങ്ങൾ അഡ്രസ് എഴുതുക, ഡേറ്റ് എഴുതുക, സല്യൂട്ടേഷൻ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതുന്നു, ഒരു കൺക്ലൂഷൻ കൊടുക്കുന്നു,
പിന്നെ പേര് എഴുതി അങ്ങ് നിർത്തുക. ഓക്കെ, സോ ദെൻ ദ സെക്കൻഡ് വൺ ഈസ് എ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഒരു സീരിയസ് കൈൻഡ് ഓഫ് ലെറ്റർ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, a formal letter is one written in orderly and conventional language and follows a specific stipulated format. ഒന്നുമില്ല, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഫോർമൽ ലെറ്റർ നിങ്ങൾ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ആ കറക്റ്റ് ഫോർമാറ്റ് നിങ്ങൾക്ക് മാർക്കും തരും. മാർക്ക് എന്നാ സൂപ്പർ ആയില്ലേ അല്ലെ? അപ്പൊ നിങ്ങൾ ഒരാൾ കറക്റ്റ് ഫോർമാറ്റ് എപ്പോഴും ഫോളോ ചെയ്യുക. ഫോർമാറ്റ് എന്താണെന്ന് മിസ് വഴിയെ പറഞ്ഞുതരാം. ദീസ് ലെറ്റേഴ്സ് ആർ റിട്ടൺ ഫോർ ഒഫീഷ്യൽ പർപ്പസസ് ഓൺലി, സച്ച് ആസ് റൈറ്റിംഗ് എ ലെറ്റർ ടു മാനേജർ, ടു ദ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് ഓർ സ്കൂൾ, ടു ദ എഡിറ്റർ എക്സെട്ര. സോ നമ്മൾ പൊതുവെ ഇപ്പം ന്യൂസ് പേപ്പർ എഡിറ്റർ അല്ലെങ്കിൽ മാനേജർ ഓർ പ്രിൻസിപ്പൽ ഓഫ് ദ സ്കൂൾ, ഇവരുടെ ഒക്കെയാണ് നമ്മൾ പൊതുവെ ഈ സീരിയസ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഒക്കെ എഴുതും. അപ്പം എഡിറ്ററിനോട് എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യണമെന്നോ, പ്രിൻസിപ്പലിനോട് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം എന്തും ക്വസ്റ്റ്യൻസ് വരാം അല്ലേ? അപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു സീരിയസ് ആയിട്ടുള്ള ലെറ്റർ ആണോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണോ എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഫോർമാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ ഫോർമാറ്റ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ മറ്റു കാര്യം ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ സെൻഡേഴ്സ് അഡ്രസ്സ് നമ്മൾ നേരത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കേട്ടോ, ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം, സ്പേസ് വിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റിസീവേഴ്സ് അഡ്രസ് ആർക്കാണോ, അതായത് എഡിറ്റർക്കാണെങ്കിൽ എഡിറ്റർ, ഏത് ന്യൂസ് പേപ്പർ ആണെന്നുള്ളതൊക്കെ കൊടുക്കുക. അതേപോലെ പ്രിൻസിപ്പൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ, ടു ദ പ്രിൻസിപ്പൽ ഇങ്ങനെ കൊടുക്കുക. ടു പ്രിൻസിപ്പൽ. സ്കൂളിന്റെ പേരുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് എപെക്സ്. ഐ എം ജസ്റ്റ് ഗിവിങ്, എൻ്റെ വായിൽ പെട്ടെന്ന് വരുന്ന ഒരു പേര് ഞാൻ അങ്ങ് കൊടുത്തുന്നല്ലോ കേട്ടോ. ക്യാൻ ഗിവ് എനി സ്കൂൾ നെയിം. ഓക്കെ, ആൻഡ് സ്കൂൾ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ വേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സബ്ജക്റ്റ്. എന്ത് കൊടുക്കടാ? സബ്ജക്റ്റ് കൊടുക്കണം. എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? അതായത് ചില ആൾക്കാരുണ്ട് ഈ ക്വസ്റ്റ്യൻ മൊത്തം അങ്ങ് കൊണ്ടുപോയിട്ട് സബ്ജക്റ്റിൽ അങ്ങ് എഴുതും. അത് പോയി ഡെപ്പോസിറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതൊന്ന് പ്രിസൈസ് ആയിട്ട് അതിലെ സബ്ജക്റ്റ് മാത്രം ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് അത് മാത്രം എഴുതിയാൽ മതി സബ്ജക്റ്റില്. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ എഴുതുന്ന സമയത്ത് just respected ma'am or respected sir or sir or madam അങ്ങനെയൊക്കെ തുടങ്ങുക. അല്ലാതെ dear sir എന്നൊന്നും പറഞ്ഞ് തുടങ്ങരുത്. മനസ്സിലായില്ലേ? അത് നമ്മൾ ലൈക്ലി ലെറ്ററിലാണ് കൊടുക്കുക, അല്ലാതെ ഇതിൽ കൊണ്ടുപോയിട്ട് ഡിയർ എന്നൊന്നും എഴുതാൻ നിൽക്കരുത്. ആൻഡ് ദെൻ യു നീഡ് ആൻ ഇൻട്രൊഡക്ഷൻ. ഈ മൂന്ന് കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നിങ്ങൾ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്, നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക. എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും പറയാം. മെയിൻ ബോഡിയിലാവുമ്പോൾ നിങ്ങൾ ആ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻ ബോഡിയിൽ കൊടുക്കുക. ഒരു പരിഹാരം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അത് കൺക്ലൂഷനിലും ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പൊ 3 പാരഗ്രാഫ്സ് ആയിട്ട് നിങ്ങൾ തിരിക്കാൻ മറന്നു പോകരുത്. 3 പാരഗ്രാഫ്സ് ഷുഡ് ബി there. ഫൈൻ. ആൻഡ് ദെൻ കൺക്ലൂഡ് ചെയ്യുക. നേരത്തെ പോലെ തന്നെ ഒരു സല്യൂട്ടേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫോർമൽ ലെറ്റർ ആൻഡ് ഇൻഫോർമൽ ലെറ്റർ. സോ നിങ്ങൾ അതിന്റെ ഫോർമാറ്റും ഓർത്ത് വെക്കുക. എന്ന് നിങ്ങൾ മറക്കാതെ, നിങ്ങൾ ഏത് ലെറ്ററിലാണെങ്കിലും നിങ്ങൾ ഓർക്കുക, യൂസ് പ്രോപ്പർ ഫോർമാറ്റ്. നിങ്ങൾ മറന്നു പോകരുത്. don't forget to use a proper format. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 2 ലെറ്റേഴ്സിനും 2 ഫോർമാറ്റ് പറഞ്ഞില്ലേ? ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഫോർമൽ ലെറ്ററിലാവുമ്പോൾ റിസീവേഴ്സ് അഡ്രസ് കൊടുക്കണം, സബ്ജക്റ്റും കൊടുക്കണം, പിന്നെ 3 പാരഗ്രാഫിൽ നിർത്താൻ നോക്കുക കേട്ടോ. പാരഗ്രാഫായി തിരിക്കാൻ മറന്നു പോകരുത്. ദെൻ കോണ്ടന്റ്, കറക്റ്റ് കോണ്ടന്റ് എഴുതുക. നല്ലൊരു ഗുഡ് ബിഗിനിങ് കൊടുക്കുക. ഐഡിയ കൺവേ, നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ആ ഐഡിയ കൺവേ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കണം. പ്രോപ്പർ കോംപ്ലിമെന്ററി ക്ലോസ്, അതായത് ഇവിടെ ഇപ്പം യുവേഴ്സ് ട്രൂലി എന്നൊക്കെ കൊടുത്തില്ലേ, അതേപോലെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിമെന്ററി, അതായത് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലോസ് കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇനി ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഫ്രം യുവർ ചാപ്റ്റർ. ഒരു എക്സാമ്പിൾ മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് വെലാസ്കോ. യു നോ വെലാസ്കോ റൈറ്റ്? നിങ്ങൾ വെലാസ്കോ ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നോ? ഏതാ ചാപ്റ്റർ? നമ്മളെ ഷിപ്പ് wrecked sailor അല്ലേ? ഓക്കെ. വെലാസ്കോ ഹാസ് എ miraculous escape after surviving in the open sea for 10 days. After reaching home, he writes a letter to his friend sharing his experiences. Draft a likely letter. So
ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതാ നോക്കിക്കേ. ഓക്കെ ലിസൺ. സോ വെലാസ്കോ 10 ദിവസം ആ കടലില് ഉണ്ടായിരുന്നു അല്ലെ. അവിടെ ഫുഡ് ഇല്ല, there was no food and no water, nothing was there, and he survived for around 10 days അല്ലെ. 10 ദിവസത്തോളം അദ്ദേഹം അവിടെ നിന്ന് ഒറ്റയ്ക്ക് അല്ലെ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം he is sharing his experience with his friend. ഓക്കെ, അപ്പം ഫ്രണ്ടിനാണ് ഇവിടെ അയക്കുന്നത് അല്ലെ, ടു ഹിസ് ഫ്രണ്ട് ആണ്. അപ്പൊ ഇത് എന്ത് ലെറ്റർ ആണടാ? ദിസ് ഈസ് ആൻ ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരേണ്ടത് ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതും? ആരാണോ എഴുതുന്നത് അവരുടെ പേര്, സെൻഡേഴ്സ് അഡ്രസ്. പേര് കൊടുക്കണ്ട കേട്ടോ, ജസ്റ്റ് അഡ്രസ് മാത്രം കൊടുത്താൽ മതി. ഡോണ്ട് മെൻഷൻ യുവർ നെയിം. ആൻഡ് ദെൻ യു ഹാവ് ടു ഗിവ് ഡേറ്റ് അല്ലെ, ഡേറ്റ് കൊടുക്കണം. സല്യൂട്ടേഷൻ കൊടുക്കുക. ഡിയർ റോയ്, ഞാൻ റോയ്ക്കാണ് എഴുതുന്നത്, ഏതോ ഒരു റോയ് കേട്ടോ. സോ ലിസൺ, ഹൗ ആർ യു? Hope you are doing great. മിസ് ജസ്റ്റ് ഒന്ന് വായിക്കാം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ ആ രീതിയിൽ എഴുതിയാൽ മതി. How are you? എന്തൊക്കെയുണ്ട് വിശേഷം? Hope you are doing great. സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. I have something incredible to share with you. An experience that I can hardly believe myself. എനിക്ക് വലിയൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവം നിന്നോട് ഷെയർ ചെയ്യാനുണ്ട്. ആൻ എക്സ്പീരിയൻസ്, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ദാറ്റ് ഐ ക്യാൻ ഹാർഡ്ലി ബിലീവ് മൈസെൽഫ്. എനിക്കിപ്പോഴും ആ ഒരു അനുഭവം എനിക്കാണല്ലോ ഇത് ഉണ്ടായത്, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ നെവർ തോട്ട് ഐ വുഡ് ബി അലൈവ് ആൻഡ് ബി എമംഗ് മൈ ഡിയർ വൺസ്. ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഞാൻ ജീവിച്ചിരിക്കും, അതേപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇപ്പോഴും ഞാൻ ഉണ്ടാവുമെന്ന് എനിക്ക് എന്താ പറയുക, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് ഫേറ്റ് ഹാഡ് അതർ പ്ലാൻസ് അല്ലേ, നമ്മൾ വിധിയാണല്ലോ എല്ലാം അല്ലേ. യെസ്. A massive wave struck our vessel with such force that it tore us apart from the ship and threw me. അങ്ങനെ ഒരു വലിയൊരു മാസീവ് ആയിട്ടുള്ള ഒരു വേവ് വന്ന് ഞങ്ങള് അല്ലെ ഷിപ്പിൽ നിന്ന് പുറത്തായി. ഞങ്ങളല്ല, ഇവിടെ ഞാൻ വെലാസ്കോ ആണല്ലേ എഴുതുന്നത്. with some of my crewmates into the open sea. എൻ്റെ കൂടെയുള്ള എൻ്റെ മറ്റ് crewmates ഒക്കെ കടലിലേക്ക് വീണു. We were lost. ഞങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. And as the ship disappeared in the horizon, കുറച്ച് കഴിഞ്ഞിട്ട് ഷിപ്പും ഡിസപ്പിയർ ആയി. I realized that I was completely alone. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ തികച്ചും അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. Adrift in the middle of the vast ocean. അത്രയും വലിയ ഒരു കടലിന്റെ നടുവിൽ ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. For 10 long days. 10 നീണ്ട ദിവസങ്ങൾ. I was stranded, clinging to a fragile raft under the scorching sun and battling the chilling winds at night. ഒന്നുമില്ല, എന്താ പറയുന്നത്, ഞാൻ അവിടെയുള്ള ഒരു റാഫ്റ്റിൽ പിടിച്ചു 10 ദിവസത്തോളം. ഭയങ്കര ചൂടുണ്ട്, നല്ല ഇളം കാറ്റുകളുണ്ട്, ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ 10 ദിവസം അവിടെ നിന്നു. My thoughts drifted from hope to despair and back again. ചില സമയത്ത് എൻ്റെ ചിന്തകൾ drifted, അതിങ്ങനെ മൂവ് ചെയ്തു. ചില സമയത്ത് എനിക്ക് from hope, പ്രതീക്ഷയാണ്, അതായത് ഞാൻ ജീവിച്ചിരിക്കും, എനിക്ക് കരയിൽ എത്താൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ചില സമയത്ത് അതെന്നെ സങ്കടത്തിലേക്കും ആക്കാറുണ്ട്. അങ്ങനെ ഒരു വൈസ് വേഴ്സ. ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ ജീവിച്ചിരിക്കും, ചിലപ്പോൾ തോന്നും ഇല്ലേ ഞാൻ മരിച്ചു പോകും. അങ്ങനെ പല ചിന്തകളും, കാരണം ഒറ്റക്കാളില് പലതും നമ്മൾ ഓവർ തിങ്കിങ് സൂപ്പർ അല്ലേ. അപ്പം എന്താ പറയാ, ഇങ്ങനത്തെ പല തോട്ട്സും അദ്ദേഹത്തിന്റെ മൈൻഡിലോട്ട് പോവായിരുന്നു. had no food, no water, only the will to survive and the memory of those I loved which kept me going. എന്താണ്, എനിക്ക് ഫുഡോ വാട്ടറോ ഒന്നുമില്ല, എൻ്റെ മൈൻഡിൽ കുറേ പ്രതീക്ഷയുണ്ട്, എന്നെ സ്നേഹിച്ച് എന്നെ ചേർത്ത് പിടിച്ച് കുറേ ആൾക്കാരുടെ കുറേ മെമ്മറീസ് ഉണ്ട്, അതാണ് എന്നെ അവിടെ നിൽക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. There were moments when I thought I would never see land again. ഞാൻ ഇനി ഈ കര കാണൂല എന്ന് വിചാരിച്ച മൊമെന്റ്സ് വരെ എനിക്കുണ്ടായിരുന്നു. But by some miracle I was finally spotted by a rescue team. പക്ഷേ എന്തോ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ഒരു റെസ്ക്യൂ ടീം എന്നെ കണ്ടുപിടിച്ചു. കുറച്ചൊക്കെ തള്ളി മറിച്ചു കേട്ടോ നിങ്ങൾ കേട്ടോ, ഒന്നും കുഴപ്പമില്ല, ആരും അറിയില്ല. I can hardly describe the feeling of seeing that ship approach, knowing that I was going to live. അവരിങ്ങനെ എൻ്റെ അടുത്ത് വന്ന സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷ തന്നു, അതായത് ഞാൻ ജീവിച്ചിരിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. The relief was overwhelming and the gratitude I feel is immeasurable. എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്ന ഒരു നന്ദി, അവരോടുണ്ടായിരുന്ന നന്ദി എന്നൊക്കെ പറയുന്നത് immeasurable, എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതിലും ഉപരിയായിരുന്നു.
ഇതൊക്കെ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യാം കേട്ടോ. ഐ വാണ്ടഡ് ടു ഷെയർ ദിസ് വിത്ത് യു ബിക്കോസ് എനിക്കിതൊക്കെ നിന്നോട് പറയണമായിരുന്നു റോയ്. ബിക്കോസ് കാരണം ഇൻ ദോസ് മൊമെന്റ്സ് ഓഫ് അറ്റർ ഐസൊലേഷൻ, ആ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ഐ ഓഫൻ തോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എൻ്റെ മൈൻഡിൽ മൊത്തം നിങ്ങളൊക്കെ, എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഐ റിയലൈസ് ഹൗ പ്രഷ്യസ് ലൈഫ് ഈസ് ആൻഡ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ടു ചെറിഷ് എവറി മൊമെൻറ്റ്. ഞാൻ അന്ന് റിയലൈസ്ഡ്, തിരിച്ചറിഞ്ഞു ഹൗ പ്രഷ്യസ് ലൈഫ് ഈസ്, എന്തൊരു വിലപ്പെട്ടതാണ് ജീവിതം എന്നുള്ളത്. അതേപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ മൊമെന്റ്സും എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെ ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഐ ആം ഗ്രേറ്റ്ഫുൾ ടു ബി അലൈവ്. ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്, നന്ദിയുള്ളവനാണ്. ആൻഡ് ഈവൻ മോർ ഗ്രേറ്റ്ഫുൾ ടു ബി ഏബിൾ ടു റൈറ്റ് ദിസ് ലെറ്റർ ടു യു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരുന്ന് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള റോയ്ക്ക് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതാൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അതിനും ഞാൻ വളരെ കടപ്പെട്ടവനാണ്. I look forward to seeing you soon. നിന്നെ പെട്ടെന്ന് ഞാൻ കാണുന്നു, പ്രതീക്ഷിക്കുന്നു. Let us catch up over a meal or a drink and I will tell you everything in more detail. നമുക്കൊന്ന് ചായ കുടിക്കാനോ എനിക്കൊന്ന് പുറത്തു പോവാം, എന്നിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കഥകളൊക്കെ നിന്നോട് പറഞ്ഞു തരാമെന്ന് പറയുന്നു. Take care my friend. Life is fragile but ബ്യൂട്ടിഫുൾ. ലൈഫിൽ കുറേ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൂയി അലയാൻഡ്രോ വെലാസ്കോ എന്ത് നിർത്തുന്നു, ആ ലെറ്റർ എടുത്ത് നിർത്തുന്നു. ആൻഡ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇൻഫോർമൽ ലെറ്റർ. ഓക്കെ, മിസ് ഒരു ലെറ്ററിന് ഒരു എക്സാമ്പിൾ തന്നു. ഓക്കെ, സോ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നത്തിങ് we have learned about letter writing. There are two types of letters, formal letter and informal letter. Formal letter means something which is a kind of an official letter, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് formal letter. Hey, what do you mean by an informal letter? Informal letter is a friendly letter. Okay, so both have a specific format, so don't forget these things. You have to follow a proper format, content, good beginning, idea must be conveyed, അതേപോലെ തന്നെ നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക, നല്ലൊരു കോംപ്ലിമെന്ററി ക്ലോസും കൊടുക്കുക. ഓക്കെ ആണല്ലോ? സോ ഐ ഹോപ്പ് ഇനി ലെറ്റർ റൈറ്റിംഗിന്റെ ഫോർമാറ്റ് ഒന്നും ആരും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. പെർഫെക്റ്റ് ആണെങ്കിൽ just comment below. Okay, so that's all. Take care and bye bye.